ലണ്ടനിലെ ഒരു പബ്ലിക് പ്ലേസിൽ മകളെ കെട്ടാൻ ഖുർആനിൽ അനുവാദമുണ്ടെന്നു പറഞ്ഞ് ഒരു നിരീശ്വരവാദി പെട്ടുപോയത് വൻതോതിൽ ചർച്ചയായിരുന്നു. അവസാനം വ്യഭിചാരത്തിലുണ്ടായ മകളെ നിക്കാഹു ചെയ്യാൻ അനുവാദമുണ്ടെന്ന ഷാഫിഈ ഫിഖ്ഹിലെ നിയമത്തിലാണ് തുടർ ചർച്ചയെത്തിയത്. ലൈസൻസില്ലാത്തയാൾ കാർ ഓടിച്ച് അപകടമുണ്ടാക്കിയാൽ പരിക്കുപറ്റിയയാൾക്ക് നിയമപരിരക്ഷ കൊടുക്കില്ലെന്ന പോലെയാണ് ഈ നിയമമെന്ന് പറഞ്ഞു കളിയാക്കുന്നുണ്ട്. വ്യഭിചാരക്കുട്ടിയുടെ പിതൃത്വം ആധുനിക രീതിയിൽ തെളിഞ്ഞാൽ കുട്ടിയുടെ സംരക്ഷണ ചുമതല പിതാവിന് തന്നെ നൽകാമല്ലോ. പിന്നെന്തിന് മകളെ കെട്ടുന്ന കാര്യം ചർച്ച ചെയ്യണമെന്നു ചിലർ. എങ്ങനെയാണ് ഈ വിഷയത്തെ മനസ്സിലാക്കേണ്ടത്? പരിശുദ്ധ ഇസ്ലാമിന്റെ ശരീഅത്തിലെ കുടുംബപരവും ആചാരപരവും സാംസ്കാരികവും മറ്റുമായ പ്രവിശാല നിയമങ്ങളിൽ ഓരോന്നിനെ എടുത്ത് ചോദ്യം ചെയ്യാനും അതിൽ യുക്തിയില്ലായ്മ കണ്ടെത്താനും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന യുക്തിവാദികൾ. ആദ്യം വേണ്ടത് പിതാവ് മാതാവ് എന്നൊക്കെ പറഞ്ഞാൽ ആരാണ് എന്നതിനെ സംബന്ധിച്ച് യുക്തി കൊണ്ട് അവർ തീരുമാനം പറയണം. ആരാണ് പിതാവ്, ആരാണ് മാതാവ്? ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു സമ്പൂർണ്ണ ദർശനമെന്ന നിലക്ക് മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളും നുറുമ്പുകൾ അടക്കം അതിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അക്കൂട്ടത്തിൽ ഒരു കുടുംബത്തിൽ ആരാണ് പിതാവ്, ആരാണ് മക്കൾ, ആരെയെല്ലാം വിവാഹം ചെയ്യാം, ആർക്കെല്ലാം അനന്തരാവകാശമുണ്ടാകും, ആർക്കെല്ലാം ചെലവിന് കൊടുക്കാൻ ബാധ്യതയുണ്ട്, ആർക്കൊക്കെ പരിരക്ഷ നൽകണം, സംരക്ഷണം നൽകണം, ആരുടെയൊക്കെ പേരിൽ ആരാണ് രക്ഷിതാക്കൾ, ഈ നിയമങ്ങളൊക്കെ വളരെ വിശദമായി വിവരിക്കുകയും അടിസ്ഥാനപരമായി അത്തരം കാര്യങ്ങളിൽ അനേകം വിശുദ്ധ ഖുർആൻ തന്നെ വ്യക്തമായി പ്രസ്താവിക്കുകയും ചെയ്തിട്ടുള്ള ഒരു മഹത്തായ ദർശനമാണ് ഇസ്ലാം. ഇസ്ലാമിനതൊക്കെ ഇസ്ലാം സ്വീകരിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം സമ്പൂർണമായി തന്നെ മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും തയ്യാറായിട്ടുള്ളവരാണ് ഇസ്ലാം മതം സ്വീകരിക്കുന്നവർ. അവരത് തയ്യാറായിക്കൊണ്ട് ആ മതമനുസരിച്ച് ജീവിക്കുകയാണ്. അത്തരം ആളുകളെ യുക്തി കൊണ്ട് ചോദ്യം ചെയ്യുന്നവർ ഇതിനു പകരമായി യുക്തി കൊണ്ട് കാര്യങ്ങൾ സമർത്ഥിച്ച് മനുഷ്യന്റെ ജീവിതത്തെ മുഴുവൻ ബാധിക്കുന്ന നിയമങ്ങളും അതിൽ വേണ്ട വെളിച്ചം നൽകാൻ പറ്റുന്ന നിയമങ്ങളും യുക്തി കൊണ്ട് പറയണമല്ലോ. വിവാഹകാര്യത്തെ കുറിച്ച് തന്നെ പറയാം. ആരെയൊക്കെ കല്യാണം കഴിക്കാൻ പാടില്ല, ആരെയൊക്കെ കല്യാണം കഴിക്കാം, ഇതിനൊന്നും യുക്തി കൊണ്ട് ഒന്നും കിട്ടൂലല്ലോ. യുക്തിയിൽ ഒരാണ് ഒരു പെണ്ണും തമ്മിൽ എന്ത് ബന്ധം തോന്നിയാലും ആ ബന്ധത്തിനെല്ലാം അവർക്ക് തമ്മിൽ ബന്ധപ്പെടാം. അതിന് വിവാഹം തന്നെ ആവശ്യമില്ല. മാതാവിനെ വിവാഹം കഴിക്കാൻ പാടില്ല, പിതാവിനെ വിവാഹം കഴിക്കാൻ പാടില്ല, ഇതൊക്കെയല്ല ഇവിടുത്തെ പ്രശ്നം. എടുത്തു കാണിക്കുന്ന പ്രശ്നം അതാണ്. മകളെ വിവാഹം കഴിക്കാൻ പാടില്ല. മകളെ വിവാഹം കഴിക്കുന്നതിന് യുക്തിപരമായി എന്താണ് തടസ്സം? ഒരു പിതാവിന് അവന്റെ മകളെ വ്യഭിചാര സന്തതി ഒന്ന് കൂട്ടിക്കട്ടെ, ഒരു പിതാവിന് ആ പിതാവിന്റെ മകളെ വിവാഹം കഴിക്കുന്നതിന് യുക്തിപരമായി എന്താണ് തടസ്സമെന്ന് യുക്തിവാദികൾക്ക് യുക്തി കൊണ്ട് തെളിയിക്കാൻ കഴിയും. മതപരമായ മാനങ്ങളോ മതത്തിനുണ്ടായിരുന്ന മതങ്ങളാൽ ഉരുവപ്പെട്ട സംസ്കാരങ്ങളോ ഇടപെടുത്താതെ, അത്തരം കാര്യങ്ങളൊന്നും ബന്ധപ്പെടുത്താതെ കേവലം യുക്തി കൊണ്ട് മകളെ കെട്ടാൻ പാടില്ല, സ്വന്തം ഉമ്മയെ കല്യാണം കഴിക്കാൻ പാടില്ല, അല്ലെങ്കിൽ സ്വന്തം ഉമ്മയോട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല, അല്ലെങ്കിൽ വിവാഹബന്ധം എന്നതിന് പവിത്രത എങ്ങനെയാണ്, പവിത്രതയുണ്ടോ ഇല്ലേ, ഈ കാര്യങ്ങളൊക്കെ യുക്തി കൊണ്ട് തെളിയിക്കാനാണ് നിരീശ്വരന്മാരും യുക്തിവാദികളും ശ്രമിക്കേണ്ടത്. ഒരു മതത്തെ സംബന്ധിച്ചിടത്തോളം മതത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ളത് ആ മതത്തിന്റെ സൃഷ്ടാവാരാണ്, ആ മതത്തിന്റെ ആളാരാണ്, ആ മതത്തിന്റെ വക്താവാരാണ്, അതിന്റെ നിയമവിധാതാരാവാണ്, അതിന്റെ നിയമങ്ങൾ വിവരിക്കുന്നതാരാണ്, ഈ കാര്യങ്ങളൊക്കെ മതത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ്. അതേപോലെ യുക്തിവാദ പ്രസ്ഥാനങ്ങൾ യുക്തിക്കനുസരിച്ചുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾക്കൊക്കെ, മനുഷ്യർ ബാധിക്കുന്ന പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണണമല്ലോ. അപ്പൊ മകളെ കല്യാണം കഴിക്കാൻ പാടില്ല, മാതാവിനെ കല്യാണം കഴിക്കാൻ പാടില്ല, ഇതൊക്കെ പരിശുദ്ധ ഇസ്ലാം പറയുന്നത് ഇസ്ലാം വരുന്ന കാലത്തുണ്ടായിരുന്ന പല ആചാരങ്ങളെയും പല മതത്തിന്റെ നിയമങ്ങളെയും പല മതക്കാരുടെയും രീതികളെയും ഒക്കെ സ്പർശിച്ചുകൊണ്ടും ബന്ധപ്പെടുത്തിക്കൊണ്ടുമാണ്. നമ്മുടെ രാജ്യത്തടക്കം
പിതാവ് മരണപ്പെട്ടാൽ ആ പിതാവിന്റെ ഭാര്യയെ മക്കളിലെ മുതിർന്ന മക്കൾ സ്വത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണ്ട എന്ന് കരുതിയിട്ട്, സ്വത്ത് വിശാലമായി അങ്ങോട്ടും ഇങ്ങോട്ടും പല കുടുംബങ്ങളിലേക്കും പോകരുതെന്ന് ഈ കല്യാണം കഴിച്ചിരുന്ന ആചാരം സംസ്കാരം നിലവിലുണ്ടായിരുന്നു. ലോകത്ത് പല സംസ്കാരങ്ങളിലും അങ്ങനെ നിലവിലുണ്ട്. അതുപോലെ മകളെ കല്യാണം കഴിക്കുന്ന സംസ്കാരങ്ങൾ നിലവിലുള്ളവരുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം നിലനിൽക്കുന്ന കാലത്ത് അതിലൊക്കെ വ്യക്തമായ നിയമം പറയുകയാണ് ഇസ്ലാം ചെയ്യുന്നത്. അങ്ങനെ പറയുമ്പോൾ ആരാണ് പിതാവ്, ആരാണ് മകൾ, ഒരു കുട്ടിയുടെ പിതാവിനെ എങ്ങനെയാ തീരുമാനിക്കുക, ഇതിനൊക്കെ ഇസ്ലാമിൽ വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥകൾക്കനുസരിച്ചാണ് ഇസ്ലാം ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. ഈടപ്പുള്ളത് മകളെ കെട്ടാൻ ഖുർആൻ അനുവാദമുണ്ട് എന്ന് പറഞ്ഞു. അതൊന്നും കാണിക്കൂല, ആർക്കും കാണിക്കാൻ കഴിയില്ലോ മകൾ കല്യാണം കഴിക്കാൻ. അതിൽ വൻതോതിൽ ചർച്ചയായി പെട്ടുപോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ സംസാരിക്കുന്നത്. അവസാനം വ്യഭിചാരത്തിലുണ്ടായ മകളെ നിക്കാഹ് ചെയ്യാൻ അനുവാദമുണ്ടെന്ന് ഷാഫി ഫിഖ്ഹിലെ നിയമം. അങ്ങനെ ഒരു നിയമം ഷാഫി ഫിഖ്ഹിലില്ല. വ്യഭിചാരത്തിലുണ്ടായത് മകളെ അല്ല. വ്യഭിചാരത്തിലുണ്ടായ മകളെ എന്ന് പറയുന്നത് എങ്ങനെയാ? വ്യഭിചാരത്തിലുണ്ടായത് മകളായി കണക്കൂട്ടില്ല. വ്യഭിചാരത്തിന്റെ സന്തതിയെ, വലതുസീന, വ്യഭിചാരത്തിന്റെ സന്തതിയാണ്. അതിന് ബാപ്പയില്ല. ബാപ്പയില്ലാത്ത ആ പെണ്ണിനെ പരിരക്ഷിക്കുന്ന വിഷയമല്ല ഇവിടെ വിഷയം. പരിരക്ഷ നൽകുന്നത് വ്യഭിചാരത്തിനുണ്ടായ കുട്ടിയാണെങ്കിലും ആ കുട്ടിയെ എങ്ങനെ പരിരക്ഷിക്കണം, ആ കുട്ടിയെ ആർക്ക് സംരക്ഷിക്കണമെന്ന് നിയമമുണ്ട്. പ്രസവിച്ച ഉമ്മ ഉണ്ടല്ലോ, ഉമ്മ ഉണ്ടാകുമ്പോൾ ആ ഉമ്മയുമായി ബന്ധപ്പെട്ടും രക്ഷാകർതൃത്വം ബന്ധപ്പെട്ടും അതിനൊക്കെ നിയമങ്ങളുണ്ട്. ഇതൊന്നുമില്ലെങ്കിൽ സ്വന്തം എവിടെ എന്തെങ്കിലും ഒരു കുട്ടിനെ കിട്ടിയാലോ, ആരാണ് പ്രസവിച്ചതെന്ന് പോലും അറിയാത്ത കുട്ടിനെ കിട്ടിയാലോ ഇസ്ലാമിക ഭരണവ്യവസ്ഥിതിയിൽ അതിനൊക്കെ നിയമമുണ്ട്. ഭരണവ്യവസ്ഥിതി വേണ്ട, മുസ്ലിമീങ്ങൾക്ക് തന്നെ അതിലൊക്കെ വെളിച്ചം നൽകുന്നുണ്ട് പരിശുദ്ധ ഇസ്ലാം. ആരാണ് സംരക്ഷിക്കേണ്ടത്, ആരാണ് പരിരക്ഷിക്കേണ്ടത് എന്നൊക്കെ. അപ്പോൾ പരിരക്ഷയുടെ കാര്യമല്ല ഇവിടെ സംസാരിക്കുന്നത്. വ്യഭിചാരത്തിൽ ജനിച്ച കുട്ടിക്ക് വലതു സിന എന്നാ പറയാ, ബാപ്പല്ലാത്ത കുട്ടിയാണത്. അതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. യുക്തിവാദികളുടെ കാഴ്ചപ്പാട് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. അവരെങ്ങനെയാ ജാരസന്ധതി കണക്കൂട്ടുക? ജാരവും ജാരല്ലാത്തവും നിയമപരമായൊന്നും അവർക്ക് കണക്കൂട്ടാന്ന് വ്യക്തി കൊണ്ട് വ്യവസ്ഥിതിയില്ലല്ലോ. വിവാഹം എന്നതിന് തന്നെ വ്യവസ്ഥിതി കാണുമല്ലോ യുക്തി കൊണ്ട്. എന്താണ് അതിന്റെ ആവശ്യം? ഒരാണും പെണ്ണും തമ്മിൽ ബന്ധപ്പെടാൻ എപ്പോ തോന്നി അപ്പോഴൊക്കെ ബന്ധപ്പെടാം. അതിലൊക്കെ മക്കളുണ്ടായാൽ എന്താ ചെയ്യേണ്ടിയെന്ന് പറയാൻ യുക്തി കൊണ്ട് ഒരു മതവും ഒരു നിയമവും സൃഷ്ടിക്കാൻ ആർക്കും സാധ്യമല്ല, വിവരിക്കാനും കഴിയില്ല. അല്ലെങ്കിൽ യുക്തിവാദികൾ എന്നോ കാലത്ത് മതവിശ്വാസികൾ വെല്ലുവിളിക്കുന്ന അത് സ്വന്തം മാതാവിന് പറയുമ്പോൾ അതൊക്കെ സംസ്കാരം എന്നറിയാം. അങ്ങനത്തെ സംസ്കാരം പറയല്ല, മതങ്ങളാൽ ഉരുത്തിരിഞ്ഞ സംസ്കാരങ്ങളാണ് ഇവിടെ നിലനിൽക്കുന്ന സംസ്കാരങ്ങളൊക്കെ. ഈ സംസ്കാരങ്ങളെ പ്രതിയോ മതങ്ങളെ പ്രതിയോ സംസാരിക്കാതെ, നാട്ടാചാരം പറയാതെ, എല്ലാവരും അങ്ങനെയാ മര്യാദക്കാരെന്നൊന്നും സംസാരിക്കാതെ, മതങ്ങൾ പഠിപ്പിച്ച മര്യാദകളാണ് ഈ മര്യാദകളെല്ലാം. മതങ്ങളിലൂടെ ഉരുത്തിരിഞ്ഞതാണ് ഇവിടെ നടക്കുന്ന എല്ലാ ആചാര മര്യാദകളും സംസ്കാരങ്ങളൊക്കെ അങ്ങനെ ഉരുവപ്പെട്ടതാണ്. ഇതൊന്നും ബന്ധപ്പെടുത്താതെ കേവലം യുക്തി കൊണ്ട് ഉമ്മയെയോ മകളെയോ ബന്ധപ്പെടുന്നതിനോ വിവാഹം ചെയ്യുന്നതിനോ എന്താണ് തടസ്സം എന്ന് സംസാരിക്കാനില്ലാത്തവരാണ് ഇവർ. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വ്യഭിചാരത്തിൽ ഉണ്ടായാൽ എന്താണ് ആ കുട്ടിന്റെ നില എന്ന് ഇസ്ലാമിന് കാഴ്ചപ്പാടുണ്ട്. അതിന് ഉമ്മണ്ട്, പ്രസവിച്ചല്ലോ. പ്രസവിച്ച ഉമ്മ അല്ലാതെ കുട്ടിക്ക് വാപ്പല്ല. കാരണം നിയമപരമായി നിക്കാഹിലു നടന്നാൽ മാത്രമേ അതിന് പിതാവുള്ളൂ. അല്ലെങ്കിൽ നിയമപരമായി നിക്കാഹിലു നടക്കുന്നതിന് സമാനപരമായിട്ടുള്ള സംഭവം നടക്കണം. അതൊക്കെ വ്യവസ്ഥ വളരെ വ്യക്തമായി ഇസ്ലാം പറയുന്നുണ്ട്. ഇസ്ലാമിന്റെ കർമ്മശാസ്ത്രം പറയുന്നുണ്ട്. ഇസ്ലാമിക കർമ്മശാസ്ത്രം 4 വഴികളാണ് അംഗീകൃതമായ കർമ്മശാസ്ത്രം. ഈ 4 വഴികളും ചേർന്നതാണ് ഇസ്ലാം. അതിലെ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം ചേർന്നതാണ് ഇസ്ലാം. ഈ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം കൂടി പരിഗണിച്ചുകൊണ്ടുള്ളതാണ് ഇസ്ലാമിന്റെ കർമ്മശാസ്ത്ര നിയമം. കാരണം കർമ്മശാസ്ത്ര നിയമം ഗവേഷണം കൊണ്ടുണ്ടായിത്തീർന്ന നിയമങ്ങളാണ്. ഗവേഷണത്തിന്റെ തത്വപരമായ ഗവേഷണങ്ങളുടെ മാനദണ്ഡപരമായ വ്യത്യാസങ്ങളൊക്കെ ഗവേഷണപരമായ വിഷയങ്ങളിൽ സ്വാഭാവികമാണ്. ആ സ്വാഭാവികമായതെല്ലാം കൂടി ചേർന്നതാണ് ഇസ്ലാമിന്റെ നിയമം. അതിൽ ഓരോ നിയമവും സമ്പൂർണമാണ് എന്നാണ് ഞങ്ങൾ മദ്ഹബിനെ അംഗീകരിക്കുന്ന ആളുകൾ പ്രത്യേകം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ സുന്നി വിഭാഗം അങ്ങനെയാണ്. 4 മദ്ഹബിനെയും സമ്പൂർണമായി തന്നെ കാണുന്നു. ആ 4 മദ്ഹബ് അനുസരിച്ചുള്ള നിയമങ്ങളുടെയും സമ്പൂർണത മതം അംഗീകരിച്ച്
ദൈവത്തെ അംഗീകരിച്ച് സ്രഷ്ടാവിനെ അംഗീകരിച്ച് ആ സ്രഷ്ടാവിന്റെ നിയമങ്ങൾ സ്വീകരിക്കാൻ തരപ്പെട്ടവർ ആ സ്രഷ്ടാവിന്റെ നിയമങ്ങളുടെ കാര്യങ്ങൾ ചോദ്യം ചെയ്യുകയാണെങ്കിൽ അപ്പൊ അവരോട് പറയാൻ ഞങ്ങൾ ശരിക്കും ന്യായമുണ്ട്. സ്രഷ്ടാവിനെ തന്നെ അംഗീകരിക്കാത്ത, ഈ പ്രപഞ്ചത്തിന് ഒരു നാഥനെ കാണാത്ത, യുക്തി കൊണ്ട് മാത്രം എല്ലാം പറ്റും എന്ന് പറയുന്ന ആളുകൾക്ക് ആരാണ് പിതാവ് ആരാണ് മാതാവ് തീരുമാനിക്കാൻ യാതൊരു ന്യായവുമില്ല യുക്തി കൊണ്ട്. അതനുസരിച്ചുകൊണ്ട് തന്നെ പറയട്ടെ, ഇസ്ലാമിനെ സംബന്ധിച്ചാണെങ്കിൽ ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൽ ഷാഫി ഫിഖ്ഹിൽ മകളെ നിക്കാഹ് ചെയ്യാന്ന വ്യഭിചാരത്തിലുണ്ടായ മകൾ എന്ന് പറയില്ല, വ്യഭിചാരത്തിന്റെ കുട്ടിയാണ്. വ്യഭിചാരത്തിലുണ്ടായ കുട്ടിയെ പരിരക്ഷയുടെ കാര്യമല്ല ഇവിടെ പറയുന്നത്. പരിരക്ഷ നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഒരു രക്ഷകനെ കൂടുക അവിടെ ചെയ്യുന്നത്. അതായത് ഒരാൾ മാത്രം ഒരു പെണ്ണിനെ വ്യഭിചരിച്ചിട്ടുള്ളൂ, അതിൽ ഗർഭമുണ്ടായതാണ്. അങ്ങനെ ഉണ്ടായതാൽ ഇത് വ്യഭിചാരത്തിലെ കുട്ടിയാണ്. വ്യഭിചാരത്തിൽ കുട്ടിക്ക് പിതാവില്ല. ഈ വ്യഭിചരിച്ചയാൾ ഈ കുട്ടിയുടെ പിതാവുമല്ല, അന്യപുരുഷനാണ്. അന്യപുരുഷനാണെങ്കിലും ഈ കുട്ടി ഉരുത്തിരിഞ്ഞത് അയാളുടെ ശുക്ലത്തിൽ നിന്നാണ്, അയാളുടെ ബീജത്തിൽ നിന്നാണ് എന്ന് ഉറച്ചുപോയാൽ പോലും ഇത് പിതാവല്ല, അപ്പോഴും അന്യനാണ്. അങ്ങനെ അന്യനായിരിക്കുന്ന ആളെ പ്രായപൂർത്തി കഴിഞ്ഞിട്ടൊക്കെ കെട്ടുന്ന കാലത്ത് ഒരന്യ സ്ത്രീയെ ഒരന്യപുരുഷൻ എന്ന നിലയ്ക്ക് കല്യാണം കഴിക്കുന്ന വകുപ്പല്ലാതെ ഇവിടെ വേറെ പറയാനില്ലല്ലോ. അപ്പൊ എന്താ ചെയ്യുന്നത്? കല്യാണം കഴിച്ചാൽ ഒരു പരിരക്ഷകനെ കൂടി ഏറെ കിട്ടില്ലേ? ഒരു പരിരക്ഷകനെ കൂടി ഏറെ കിട്ടുകയാണ്. കല്യാണം കഴിച്ചുകൊണ്ട് വ്യഭിചരിച്ച ആൾക്കും കൂടി അവകാശം കൊടുക്കുകയാണ്. വ്യഭിചരിച്ച ആൾക്കും കൂടി അവകാശം കൊടുക്കുമ്പോൾ ഒരാളെ ഏറെ കിട്ടുകയാണ്. ബാക്കിയുള്ളവർക്കൊക്കെ മുമ്മ വഴിക്ക് വിവാഹബന്ധം നിഷിദ്ധമല്ലാത്ത ആളുകൾക്കൊക്കെ ഈ പെണ്ണിനെ കല്യാണം കഴിക്കാം. അങ്ങനെ കല്യാണം കഴിക്കാൻ പറ്റുന്ന ഈ പെണ്ണിനെ വ്യഭിചരിച്ചയാൾക്കും കല്യാണം കഴിക്കാം, തൻ്റെ ഉമ്മയെ വ്യഭിചരിച്ച ആൾക്കും കല്യാണം കഴിക്കാം എന്ന് പറയുമ്പോൾ അവിടെ വാസ്തവത്തിൽ ഒരു രക്ഷകനെ കൂടി അനുവദിച്ചു കൊടുക്കല്ലേ ചെയ്യുന്നത്. അപ്പോൾ പരിരക്ഷന്റെ കാര്യമല്ല ഈ കാര്യം. ഈ കാര്യത്തിൽ പിതാവാണോ മാതാവാണോ എന്നൊക്കെ തീരുമാനിക്കണം. ഇങ്ങനെ തീരുമാനിക്കുമ്പോൾ വ്യഭിചാരത്തിന്റെ സന്തതി ജാരസന്തതിയാണ്, അതിന് പിതാവില്ല. പിതാവുണ്ടാകണമെങ്കിൽ ശരിയായ നിക്കാഹ് ബന്ധത്തിലൂടെയോ അല്ലെങ്കിൽ നിയമപരമായ സംഭോഗത്തിലൂടെയോ നിയമപരീക്ഷയുള്ള സംഭോഗത്തിലൂടെയോ ഉണ്ടാവണം. അതൊക്കെ കണക്കൂട്ടുന്നത് എന്തിനാണ്? കുട്ടിക്കാലത്തെ ആ ഒരു പരിരക്ഷ മാത്രമല്ല, ആ കുട്ടിക്ക് തറവാടും കുടുംബവും ആ കുട്ടിക്ക് തറവാട് വഴിക്കുള്ള സ്വത്തും പിതാവിന്റെ സ്വത്തും ഒക്കെ ഭരിച്ചതിന് ശേഷവും കിട്ടാനും ആ കുട്ടിയുടെ നെസബും കുടുംബവും എങ്ങനെയാണ് എന്നൊക്കെ അറിയാനുമാണ് ശരിയായ വ്യവസ്ഥിതി. ആ വ്യവസ്ഥിതി പ്രകാരം വ്യഭിചാരത്തിൽ ജനിച്ച ജാരസന്തതിയെ ആ വ്യഭിചാരത്തിന് ഇടയാക്കിയിട്ടുള്ള ആൾക്കും അന്യനായതുകൊണ്ട് കല്യാണം കഴിക്കാമെന്ന് പറയുന്ന ഒരു വ്യവസ്ഥ നമ്മുടെ ഇസ്ലാമിന്റെ കർമ്മശാസ്ത്രത്തിലുണ്ട്. ഇത് ഷാഫി മദ്ഹബിലുണ്ട്. ഇതിൽ ഷാഫി മദ്ഹബ് പ്രകാരം അതിന് ന്യായമായ കാരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അന്യരാണ് ഇവർ രണ്ടുപേരും എന്നത് തന്നെയാണ്. പിന്നെയുള്ള ആധുനിക രീതിയിൽ കുട്ടി തെളിയുക, അങ്ങനെ ഒരു മാർഗം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പിതാവിനെ തെളിയിക്കാൻ നമ്മളെ നാട്ടിൽ തന്നെ പതിവില്ലല്ലോ. നമ്മളെ നാട്ടിൽ തന്നെ DNA ടെസ്റ്റ് തർക്കം വന്നാലല്ലേ നോക്കലുള്ളൂ. തർക്കം വന്നാലേ നോക്കുള്ളൂ. DNA ടെസ്റ്റ് എന്ന് പറഞ്ഞൊക്കെ പിഴച്ചൂടെ, സ്വാധീനിച്ചൂടെ, എന്തെല്ലാം ഉണ്ടാവിടെ? അതൊക്കെ എന്തൊരു ഉറപ്പാ കിട്ടുക? ഉറപ്പ് കിട്ടുന്നതിനൊരു മാർഗവും ഇതിലില്ല. ബാഹ്യമായ തെളിവുകളുടെയും പ്രമാണങ്ങളുടെയും ന്യായങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് പിതാവിന് കൂട്ടാൻ പറ്റൂ. ഇപ്പൊ ഈ ജാരസന്തതി തന്നെ ജാരസന്തതി ഉണ്ടാകാൻ നിമിത്തമായ ഈ ജാരന് വ്യഭിചാരിക്ക് അയാളുടെ കുട്ടിയായിട്ട് തന്നെ മാറാൻ പറ്റുന്ന അവസ്ഥ ഉണ്ട്. ആ അവസ്ഥയിൽ അവിടെ സാധാരണഗതിയിൽ നടക്കുമ്പോഴൊക്കെ വല്ലതും നടക്കുക. ഉദാഹരണമായി ഒരു പെണ്ണുമായി ബന്ധപ്പെട്ട് വ്യഭിചരിച്ച് ഗർഭമുണ്ടായാൽ ഉടനെ ഈ നാട്ടിലെ ആചാരപ്രകാരം പൊതുവായി നടക്കാറുള്ളത് ഈ ഗർഭത്തിന് കാരണക്കാരനായ ആളെ പിടിച്ച് ഈ പെണ്ണിനെ കല്യാണം കഴിച്ചു കൊടുക്കുക ചെയ്യാം. സാധാരണ എങ്ങനെ ചെയ്യാം? മാനമുള്ള കുടുംബക്കാരൊക്കെ വേഗത കുടുംബങ്ങൾ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ എങ്കിൽ ചെയ്യാം. ഈ ആളെ കൊണ്ട് കല്യാണം ചെയ്തു കൊടുക്കും. അങ്ങനെ കല്യാണം ചെയ്തു കൊടുത്താൽ നിയമപരമായ പിതാവ് തന്നെയാകും. 6 മാസത്തിന്റെ ഉള്ളിലല്ലാതെ 6 മാസം കഴിഞ്ഞോ 6 മാസത്തിന്റെ അപ്പോഴോ ആണ് ഈ ഗർഭം പ്രസവിച്ചതെങ്കിൽ ഭാര്യ പ്രസവിച്ച കുട്ടിയാണത്. ഭാര്യ പ്രസവിച്ച കുട്ടിക്ക് ഇയാൾ പിതാവാകും. അപ്പോൾ പിതാവാകുമ്പോൾ ഇയാൾക്ക് കല്യാണം കഴിക്കാനും കഴിയാറില്ല. അപ്പൊ സാധാരണഗതിയിൽ വ്യഭിചാരത്തിൽ കുട്ടികൾ ഉണ്ടായാലോ ഗർഭമുണ്ടായാലോ ഇവിടെ നാട്ടു നടപ്പ് പ്രകാരം എല്ലാ മതക്കാർക്കിടയിലും അത് സ്വകാര്യമാണെങ്കിൽ നടക്കാറുള്ളത് ആരാണോ ഈ ഗർഭത്തിന് ഉത്തരവാദിയെങ്കിൽ അയാളെ പിടിച്ച് കല്യാണം ചെയ്തു കൊടുക്കലാണ്. ഇസ്ലാമിലാവുമ്പോൾ നിക്കാഹ് ചെയ്തു കൊടുക്കും, അല്ലെങ്കിൽ രജിസ്റ്റർ വിവാഹം ചെയ്തു കൊടുക്കും.
അങ്ങനെ വിവാഹം ചെയ്തു കൊടുത്താൽ അയാളുടെ ഭാര്യ നിയമപ്രകാരം ഗർഭമുണ്ടായി 6 മാസം പൂർത്തിയായ ശേഷമോ അതിന്റെ അപ്പുറത്തോ ആയിട്ടാണ് പ്രസവിച്ചതെങ്കിൽ ആ കുട്ടിക്ക് ഇയാൾ തന്നെ പിതാവാകുന്നു. ഇതും നമ്മളെ ഫിഖ്ഹ. അങ്ങനെ പിതാവാക്കാനാ എല്ലാവരും നോക്കുക. അപ്പൊ ആരും പിതാവ് മകളെ കല്യാണം കഴിക്കാൻ പാടില്ല എന്ന നിയമം അതിന് ബാധകം തന്നെയാണ്. നേരെ മറിച്ച് ഇയാള് വ്യഭിചാരിയായി തന്നെ നിൽക്കുകയാണ് വെച്ചാൽ വലില്ലാഹിരിൽ ഹജർ, വ്യഭിചാരിക്ക് കല്ലാണ് കിട്ടുക, കുട്ടനെ കിട്ടൂല എന്ന് തന്നെയാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പദങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട കുട്ടിക്ക് അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് ഒരു വ്യഭിചാരി വന്നപ്പോൾ, വ്യഭിചാരിയുടെ കുടുംബം വന്നപ്പോൾ അള്ളാഹു റസൂൽ പറഞ്ഞ വിധി അതനുസരിച്ചാണ് ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൽ ഇസ്ലാം സ്വീകരിച്ച ആളുകൾക്ക്, ബോധ്യപ്പെട്ട ആളുകൾക്ക് അവരുടെ പരലോക ഗുണത്തിന് വേണ്ടിയുള്ള നിയമം. വിവാഹം ചെയ്യൽ അനുവദനീയാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരു അന്യ സ്ത്രീയെ വിവാഹം ചെയ്യൽ അനുവദനീയമാണ് എന്ന് പറഞ്ഞാൽ ആ അന്യ സ്ത്രീയെ, വ്യഭിചാരത്തിലുണ്ടായ അന്യ സ്ത്രീയെ വിവാഹം ചെയ്തതിന്റെ പേരിൽ പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടൂല, ശിക്ഷ കിട്ടൂല എന്നാണ് അതിന്റെ അർത്ഥം. പരലോകത്ത് ശിക്ഷ കിട്ടുമോ, പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടുമോ എന്നാണ് അനുവദനീയമാവുക, നിഷിദ്ധമാവുക എന്ന് പറഞ്ഞതിന്റെ കാര്യം. ഇവിടെ എന്താ നോക്കിയിട്ടില്ല. ഇവിടെ എന്താന്നുള്ളത് നോക്കിയാളുടെ ന്യായാന്യായങ്ങളൊക്കെ എല്ലാവരും ചിന്തിക്കും. അതിനൊക്കെ പരിഹാരങ്ങളും എല്ലാവരും കാണും. നാടിന് പരിഹാരമുണ്ട്, മതപരിഹാരമുണ്ട്, പല നിലയിലും പരിഹാരമുണ്ട്. ആ പരിഹാരങ്ങളല്ല ഇവിടെ വിഷയം. പരസ്യമായി വ്യഭിചരിച്ചു അല്ലെങ്കിൽ രഹസ്യമായി വ്യഭിചരിച്ചു, ആ വ്യഭിചാരത്തിന്റെ കുട്ടിയാണെന്ന് കണ്ടാൽ വ്യഭിചരിച്ച പെണ്ണിന്റെ കുട്ടിക്ക് മാതാവുണ്ട്, മാതാവിന്റെ വഴിക്ക് കുടുംബവുമുണ്ട്, മാതാവിന്റെ കുടുംബക്കാര്, പറാബത്ത്, ആ കുടുംബമുണ്ട്. നെസബില്ലാതെയാകാണ് ഈ കുട്ടി. നെസബില്ലാതെയായ ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ പിതാവുമായിട്ട് അതിനെ ചേർക്കാനോ പിതാവാക്കാനോ വയ്യ. DNA ടെസ്റ്റ് പോലുള്ള ടെസ്റ്റുകളെ കൊണ്ടോ ലക്ഷണം നോക്കിയോ ഒക്കെ കുട്ടിനെ ചേർക്കേണ്ടി വരുന്ന ചില സമയത്ത് അത്തരം ലക്ഷണങ്ങൾക്കൊക്കെ പ്രസക്തിയുണ്ട്. അതൊക്കെ അത്തരം കാര്യങ്ങളിലാണ്. അതൊക്കെ പരിശുദ്ധ ഇസ്ലാം കൈകാര്യം ചെയ്യുന്നുമുണ്ട്. അല്ലാതെ ഒരു പെണ്ണ് പ്രസവിച്ച കുട്ടിന്റെ ബാപ്പ ഏതാണെന്ന് കാണാൻ ബാപ്പ ആരാണ് തീരുമാനിക്കുന്ന ഒരു വ്യവസ്ഥിതി ഇസ്ലാമിനുണ്ട്. ആ വ്യവസ്ഥ പ്രകാരം വ്യഭിചരിച്ചയാൾ കുട്ടിയുടെ ബാപ്പയല്ല. ബാപ്പയല്ലാത്തതുകൊണ്ട് അന്യപുരുഷനാണ്. അന്യപുരുഷൻ അന്യ സ്ത്രീയെ വിവാഹം കഴിക്കുന്ന വിഷയം. അത് വ്യഭിചാരത്തിലെ മകൾ എന്നതിന് പറയാൻ പാടില്ല. വ്യഭിചാരത്തിലെ മകൾ എന്ന ഇടപാടില്ല. വ്യഭിചാരത്തിലെ വ്യഭിചാരത്തിലെ ശുക്ല ബീജത്താൽ ഉണ്ടായിത്തീർന്ന കുട്ടി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ആ കാര്യം വിവരിച്ചിട്ടുള്ള വാക്ക് എന്നതാ, വ്യഭിചാരത്തിൽ ജനിച്ച കുട്ടി എന്നല്ല. അപ്പോ പരിരക്ഷയുടെ കാര്യമാണെങ്കിലും അതുപോലെ തന്നെ മറ്റെന്തു കാര്യമാണെങ്കിലും ആ കാര്യത്തിലൊന്നും വ്യഭിചാരത്തിൽ ജനിച്ച കുട്ടിയാണെന്ന് കരുതിയിട്ട് ഇവിടെ ആരും ഇല്ലാതെയാവൂല. ഇസ്ലാമിക ഭരണകൂടവും ബൈത്തുൽമാലും അതൊക്കെ ഉണ്ടെങ്കിൽ എല്ലാ കുട്ടികൾക്കും, എല്ലാ വൃദ്ധന്മാർക്കും, എല്ലാ വൃദ്ധകൾക്കും ഇവിടെ പരിരക്ഷയ്ക്ക് വകുപ്പുണ്ട്. അതില്ലെങ്കിൽ പരിശുദ്ധ ഇസ്ലാം മയാസീറുൽ മുസ്ലിമീങ്ങളിൽ നിന്ന് കഴിവുള്ള എല്ലാ ആളുകളുടെ മേലും ബാധ്യത വെച്ചിരിക്കുകയാണ്. ആ ബാധ്യത വെച്ചാണ് പരിരക്ഷയുടെ കാര്യം മുസ്ലിമീങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. പരിരക്ഷയുടെ കാര്യത്തിൽ മുസ്ലിമീങ്ങൾ ആരും പഠിപ്പിക്കേണ്ട. ആളുകൾക്ക് പരിരക്ഷിക്കേണ്ടിയും ജനങ്ങളെ സഹായിക്കേണ്ടിയും കരുണകൾ ചൊരിയേണ്ടിയും മനുഷ്യ സ്നേഹപരമായ പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടിയും റിലീഫ് പ്രവർത്തനങ്ങളിലൊക്കെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് നിലവിലുള്ള ജനസമൂഹങ്ങളുടെ കൂട്ടത്തിൽ മുസ്ലിമീങ്ങളാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പൊ പരിരക്ഷ ഇല്ലാതെയാക്കുന്ന വിഷയം അല്ല ഇത്. അതുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തെ കൂട്ടിക്കെട്ടേണ്ടതുമില്ല.